നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം SB. അങ്ങനെ നമ്മൾ ബലേനോ ആൽഫ വാങ്ങിച്ചിട്ട് ഇന്ന് 6 ദിവസമായി. ഇന്ന് ശനിയാഴ്ചയാണ്. നമ്മളിതേ ബാക്കി കൊണ്ട് സ്പോയിലറൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഈ 6 ദിവസം കൊണ്ട് നമ്മൾ വണ്ടി 620 കിലോമീറ്റർ ഓടിച്ചു. അപ്പോൾ ഇത്രയും ദൂരം ഓടിച്ചിട്ട് ഈ വണ്ടിയിൽ നിന്ന് എനിക്കിട്ട് കിട്ടിയ പണികളും എനിക്ക് കിട്ടിയ ഗുണങ്ങളും പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 500 കിലോമീറ്റേഴ്സ് യൂസർ റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഡയറക്റ്റ്. ഗൈസ്, നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിയല്ല, ഇവനെ കാണാനും ഇവൻ്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഇവനെ എടുത്തുകൊണ്ട് നമുക്കിട്ട് ആദ്യം കിട്ടിയ പണികളുടെ കാര്യങ്ങൾ നമുക്ക് പറയാം. എനിക്കിട്ടൊരു ചെറിയ പണി കിട്ടി. ആ പണി ഇതേ ഈ കാണുന്നതാണ്. റൈറ്റ് സൈഡിലെ അലോയിൽ ഇതേ ഇതുപോലൊരു അത്യാവശ്യം വിസിബിളായൊരു സ്ക്രാച്ച് വീണു. വേറെ അലോയ്ക്കൊന്നും സ്ക്രാച്ച് ഒന്നുമില്ല, ഈ അലോയ്ക്ക് മാത്രം സ്ക്രാച്ച് ഉണ്ട്. കാര്യം വീട്ടിലേക്ക് പോകുന്ന വഴി അത്ര ശോകമാണ്. അങ്ങനെ ഒരു സ്ക്രാച്ചിൻ്റെ പണി കിട്ടി ചെറുതായിട്ട്. മാത്രമല്ല അത് ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ പീഡിയ സമയത്തെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 2 സ്ക്രാച്ച്, അപ്പോൾ 3-4 സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രാച്ചിന് 2-3 സ്ക്രാച്ചുകൾ നമുക്കൊട്ട് പണി കിട്ടി. പിന്നെ കിട്ടിയ പണിയെന്ന് പറഞ്ഞാൽ ഇത് എടുത്ത സമയത്ത് ഇതിന് ഒട്ടും മൈലേജ് ഇല്ലായിരുന്നു. വണ്ടി ഇറങ്ങിയ സമയത്ത് ഒരു 12 കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു 20 ലിറ്റർ അടിച്ചിട്ട് എറൗണ്ട് ഒരു 200 സംതിങ് കണ്ട് ഓടിയുള്ളൂ. അപ്പോൾ മൈലേജ് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പം എനിക്ക് കിട്ടുന്ന മൈലേജ് 16 to 20 ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെ ഞാൻ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരം 5 ലിറ്റർ പെട്രോൾ അടിച്ചു. തിരിച്ചു വന്നപ്പോൾ പെട്രോൾ തീർന്നില്ല. ഇന്നലെ അനിയനാണെങ്കിൽ കൊണ്ടുപോയി, അപ്പോഴും തീർന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഫ്യൂവൽ ഗേജ് പോയോ എന്നൊക്കെ ഓർത്തു. പക്ഷേ ഫ്യൂവൽ ഗേജ് സംഭവങ്ങളൊന്നും പോയില്ലായിരുന്നു. വണ്ടി കിട്ടുന്ന മൈലേജ് തന്നെയായിരുന്നു അത്. ഇനിയിപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്കറിയത്തില്ലോ, കാണുന്ന കാര്യങ്ങളോ. അപ്പോൾ അങ്ങനെ അതാണ് മൈലേജ് സൈഡിലത്തെ കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കളറ്, ഇതിൻ്റെ കളറ് അടുത്ത ഗുണം എന്ന് പറഞ്ഞാൽ ഈ കളറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ എൻ്റെ കൊളീഗ്സ് ഒരു 3-4 പേർക്ക് ബലേനോ റെഡും ബ്ലൂവും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ എടുക്കാൻ പോകുന്നപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ പൊന്നു സവരവേ കളറ് മാത്രം നോക്കിയെടുക്കുക. കാര്യം ഈ ബ്ലാക്കും ബ്ലൂ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അവർ പറഞ്ഞ പോലെ തന്നെ ഈ കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടായിരുന്നു. ബ്ലാക്കും ബ്ലൂ ആയിരുന്നെങ്കിൽ അവരുടെ വണ്ടി ചെറിയ മഴയ്ക്ക് നനഞ്ഞാൽ പോലും നല്ല പൊടിയൊക്കെ പിടിച്ച് ചെറുതായിട്ട് തട്ടിയാൽ പോലും സ്ക്രാച്ചൊക്കെ എടുത്ത് അറിയുന്ന പോലെയാണ്. ഇപ്പോൾ ഇത് നമുക്ക് വലിയ പ്രശ്നമില്ല. ഇന്ന് രാവിലെ ജസ്റ്റ് കഴുകിയതേ ഉള്ളൂ. ഇപ്പോൾ 1 വീക്ക് ഓടിയിട്ട് പോലും അത്ര രീതിയിൽ പെയിൻറ്റോ അല്ലെങ്കിൽ കളറോ മുരഞ്ഞിരുന്നില്ല. അപ്പോൾ ഈസി ടു മെയിൻറ്റെയിൻ ആണ് ഈ കളറ്. ഗൈസ്, അടുത്തായിട്ട് എനിക്ക് ഈ വണ്ടി പറയാനുള്ളൊരു പ്രീമിയം ഫീച്ചർ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ടിൻഡഡ് ഗ്ലാസ് ആണ്. നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ ടിൻഡഡ് ഗ്ലാസ് ആണ്. അപ്പോൾ വിസിബിലിറ്റി വളരെയധികം കുറവാണ്. ഇപ്പോൾ സൺഷെയ്ഡ് വെച്ചിട്ടില്ല ഈ ഫ്രണ്ടിലെ ഇതിൽ. എന്നാൽ ബാക്കിൽ സൺഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് അകത്തേക്കുള്ളൊന്നും കാണത്തില്ല. നല്ല പ്രൈവസി ആയിട്ടിരിക്കാനും അതുപോലെ അകത്തുനിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. മാത്രമല്ല ഈ ഒരു സൈഡ് ഗ്ലാസ്സുകൾക്ക് ടിൻഡഡും അതുപോലെ UV കട്ടും ആയതുകൊണ്ട് ചൂടകത്തേക്ക് ഒന്ന് കുറവാണ്. ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നല്ല വെയിലായിരുന്നു, അപ്പോൾ ചൂടകത്തേക്ക് അധികം വരുന്നില്ല. നമുക്കിവിടെ വെച്ച് നമുക്ക് അറിയാൻ പറ്റില്ല ചൂടുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ ചൂടകത്തേക്ക് അധികം വരുന്നില്ല. എന്നാൽ ഈ ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ നിന്നും ബാക്കിൽ നിന്നും ഉടുക്കത്തെ ചൂടാണ് വരുന്നത്. ഇതും കൂടെ ടിൻഡഡ് ആക്കാറെന്ന് എനിക്ക് ചെറിയ അഭിപ്രായമായിരുന്നു പറയാനുണ്ട്. അപ്പോൾ അടുത്തൊരു വേർഷൻ വരുമ്പോഴത്തേനും അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഒരു UV കട്ടും ഒരു ആൻറ്റി കളറൊക്കെ അടിക്കുന്നുണ്ട്. വാറണ്ടി പോവാതെ ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴത്തേനും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബാക്കിലാണെങ്കിലും ഇവിടെ അതുപോലെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ സ്പോയിലർ. പിന്നെ ഈ ബാക്കിലെ ഗ്ലാസ്സിൽ നിന്നും അത്യാവശ്യം നല്ല ചൂട് അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പം ഈ 2 ഗ്ലാസും കൂടെ UV കട്ടും അതുപോലെ ആൻറ്റി ഗ്ലെയറും ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്ത് ആവും. ഇവിടെ ആൻറ്റി ഗ്ലെയറിൻ്റെ ആവശ്യമില്ല. കാര്യം ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് ഉള്ളതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല. അപ്പോൾ അത് ഈ വണ്ടിയുടെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് ആണ്. ഈ ഹെഡ്ലൈറ്റ് ഓട്ടോ ടൈപ്പാണ്. അപ്പോൾ കുറച്ച് ലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ഓണാവും, അതുപോലെ തന്നെ ഓഫാവും. അത് ഫുള്ള് കൺട്രോൾ വണ്ടി തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ഫീൽ ചെയ്യുന്നു. പിന്നെ ഓഫ് കോഴ്സ് 360 ഡിഗ്രി ക്യാമറ, അതിൻ്റെ ക്യാമറയാണ് ഈ ഇരിക്കുന്നത്. ഇത് അടിപൊളിയാണ്. 360 ഡിഗ്രി ക്യാമറ സൂപ്പറാണ്. ഇതേ മറ്റേ വീലിൻ്റെ ഇതൊക്കെ കാണിക്കുന്ന ടയർ ഗൈഡൻസ് ഫീച്ചറൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ 360 വീഡിയോ ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു ഫോഗ് ലാമ്പ്, ഇത് ശരിക്കും പറഞ്ഞാൽ യൂസ്ലെസ്സാണ് കേസ്. കാര്യം വലിയ വെട്ടമൊന്നുമില്ല. ഒരു ദിവസം ഞാൻ മാനുവലാക്കിയിട്ട് ഇത് ഓഫാക്കി നോക്കിയപ്പോഴത്തേനും ഇതിന് വലിയ വെട്ടമൊന്നുമില്ല. അത് പ്രൊജക്ടർ ആക്കായിരുന്നു എന്നൊരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട് മാരുതിയോട്. അപ്പോൾ അടുത്തൊരു അപ്ഡേഷനെ അതും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ലിപ്പൊന്നും ആടിയൊന്നുമില്ല. ഈ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടിയ ആക്സറേറ്റ് കിട്ടിയ ഒരു ഫ്രണ്ട് സ്കേർട്ട് ആണ് കൊടുത്തേക്കുന്നത്. ലിപ്പ് ആടിയൊന്നുമില്ല. അതൊരു ചെറിയ മടുപ്പോട്ടെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കീലെസ് എൻട്രി ഫീച്ചർ, ഇതിപ്പം ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി ലോക്കായി.
പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവും, നമുക്ക് തുറക്കാൻ പറ്റും. കീലെസ് എൻട്രി ഫീച്ചർ സൂപ്പറാണ്. നമ്മൾ മാനുവൽ ഞെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രൈവറാണെങ്കിലും കോ ഡ്രൈവറാണെങ്കിലും ഈസിയായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അതൊരു ഗുണമാണ്. ഇപ്പോൾ പള്ളിയിലൊക്കെ പോയി വരുമ്പോഴത്തേനും അമ്മയ്ക്ക് കയറണമെങ്കിലും ഈസിയാണ്, അങ്ങനത്തെ ഒരു ഫീച്ചർ ഉള്ളത്. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമണ്ട് കട്ട് അലോയാണ്. ഈ അലോയ് ഈ വണ്ടിക്ക് തന്നെ ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മളിങ്ങനെ റോഡിൽ കൂടെ ഓടി പോകുമ്പോഴത്തേന് സൈഡിലത്തെ കടകളിലെ ഗ്ലാസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോയ് നിന്ന് തിളങ്ങും. അത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു സന്തോഷവും ഒരു ആത്മസംതൃപ്തി ഒക്കെയാണ് ഫീൽ ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു ടയറും അപ്പോളോ നല്ല ടയർ ഇട്ടേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അപ്പോളോ ആയതുകൊണ്ട് നല്ല ക്യാബിൻ നോയ്സ് ഞാൻ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നല്ല മിനിമൽ ക്യാബിൻ നോയ്സ് ഒക്കെ വരുന്നുള്ളൂ. ഇല്ലെന്നല്ല, മിനിമൽ ക്യാബിൻ നോയ്സ് ഒക്കെ ഉള്ളൂ. നോർമലി ഒരു സീറ്റിനെ കൊള്ള പോലെ ഉള്ളൂ. അപ്പോൾ ഈ ടയറും അപ്പോളോ അലിനാക് 4G അതും അടിപൊളി ടയറാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. മൊത്തത്തിൽ ഒരു പ്രീമിയം വണ്ടിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും മാരുതി ഈ ഫുൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിസ്സായ കാര്യം എന്ന് പറഞ്ഞാൽ റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് കേട്ടോ, അത് കൊടുക്കാമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് കൊള്ളുമ്പോഴത്തേനും അത് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ അത് ഈ വണ്ടിക്കില്ലായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. കാര്യം വൈപ്പർ ഞാൻ മാനുവലി അകത്തുനിന്ന് ഇടുന്നു, കൺട്രോൾ ചെയ്യുന്നു. അതെനിക്ക് ചെറിയ മടുപ്പായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്തൊരു അപ്ഡേഷനിൽ മാരുതി അതും കൊടുക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം ഈ വിറ്റാരയ്ക്ക് ആ ഫീച്ചർ ഉണ്ട് എന്ന ഡീലർഷിപ്പിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി വരുന്ന വണ്ടികൾക്കെല്ലാം ഫുൾ ഓപ്ഷന് അത് കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഇതിന് ഒരു 300 സംതിങ് ബൂട്ട് സ്പേസ് ഉണ്ട്. ഇതിങ്ങനെ നമുക്കിവിടെ ഹുക്ക് ചെയ്യാനൊക്കെ പറ്റും. അതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല ആ ഫീച്ചർ. അത്യാവശ്യം നല്ല ഡീപ്പായ ബൂട്ട് സ്പേസ് ആണ്. അത്യാവശ്യം JBLൊക്കെ വെക്കാനും ലഗേജൊക്കെ കയറ്റാനും പറ്റും. ഇത് മറ്റേ ആക്സറിയായിട്ട് കിട്ടിയ ബൂട്ട് മാറ്റാണ്, ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൂട്ടിൻ്റെ ഈ ഒരു ഗേറ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും എടുത്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് കുഴപ്പമില്ല, ഹെൽത്തി ആയതുകൊണ്ട്. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ പേരൻസൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിലേക്ക് എടുത്ത് വെക്കാനും ഇറക്കാനും ഒക്കെ. അതൊരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നി. അത് കുറച്ചും കൂടെ താത്തി കൊടുക്കാമായിരുന്നു മാരുതിക്ക്. എന്നാൽ നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത വേഷം വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി പറയാനുള്ളത് അകത്തെ കാര്യങ്ങളാണ്. നമുക്കപ്പോൾ എൻട്രി ചെയ്യാൻ വണ്ടിക്കകത്തേക്ക്. കീലെസ് എൻട്രി ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ ലോക്കായോ, അൺലോക്കായി. ഇതിപ്പോൾ 5D മാറ്റ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നോളൂ, അറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അകത്ത് ഇതാണ് വണ്ടിയുടെ കൺസോള്. പുഷ് ബട്ടൺ ഏറ്റവും സൂപ്പർ ഫീച്ചറാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, മിററൊക്കെ തന്നെ ഓപ്പണായിട്ട് വന്നു. സുസുക്കിയുടെ ലോഗോ വന്നു. കുറച്ച് പറഞ്ഞ പോലെ ഇപ്പോൾ 360 ക്യാമറ വരും. 360 വരുന്നില്ലേ? 360 ഇതേ വന്നു. വണ്ടിക്ക് ചുറ്റും എന്തൊക്കെ കിടക്കുന്ന നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നല്ല ഫീച്ചറാണ്. 360 ക്യാമറ അടിപൊളിയാട്ടോ, അത് കുറേ ആയിരിക്കും പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോൾ നല്ല സ്റ്റൈലിഷാണ്. പിന്നെ ഇപ്പോൾ അതേ മൈലേജ് എനിക്ക് കിട്ടുന്നത് 16.7 പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അതൊക്കെ നമുക്ക് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്യാം ഇതിൻ്റെ പേരിൽ. പിന്നെ ഈ പറഞ്ഞ മിറേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഓവറോൾ ലുക്ക് ആൻഡ് ഫീല് നല്ല പ്രീമിയമാണ്. അതൊരു സെഡാൻ്റെ ഫീലാണ് എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നത്. അതൊന്നാണെങ്കിലും സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ സീറ്റ് മാക്സിമം താത്തിട്ടേക്കുവാണ് ഞാൻ. അപ്പോൾ സീറ്റ് അങ്ങനെ താത്തിട്ട് ഓടിക്കുമ്പോഴത്തേനും നല്ല ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുമ്പോഴത്തേനും ഒരു സെഡാൻ കൊണ്ടുപോകുന്ന ഫീലാണ്. ഒരു ഹുണ്ടായി വെർണയോ സിറ്റിയോ ഒക്കെ പോലെ അത്രയ്ക്കില്ല, എന്നാലും അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലാണ് ഈ വണ്ടി എനിക്ക് തരുന്നത്. അത് വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് മറ്റേ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല. ഏത് ഗിയറിലാണ് വണ്ടി പോകുന്നതെന്നില്ല. അതും കൂടെ വേണമായിരുന്നു മാരുതിക്ക്. ഇവിടെ ഇഷ്ടംപോലെ ഇടയുണ്ടായിരുന്നു, അത് കൊടുക്കായിരുന്നു. നമുക്കിപ്പോൾ ഇങ്ങനെ അപ്പും ഡൗണും കാണിക്കും, ഒരു ചെറിയ ആരോസ് കാണിക്കും അവിടെ, അല്ലാതെ ഗിയർ പൊസിഷൻ കൊടുത്തിട്ടില്ല. പിന്നെ TPMS ഈ വണ്ടിക്ക് വരുന്നില്ല, അതും ഞാൻ ഫുൾ ഓപ്ഷനിൽ പ്രതീക്ഷിച്ചായിരുന്നു, അതില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോൾ അടിപൊളിയാണ്. ഇത് നല്ല ഇപ്പം AC ഒക്കെ ആണെങ്കിലും എണ്ണ ചൂടാണെങ്കിലും പെട്ടെന്ന് തന്നെ വണ്ടി ചില്ലാക്കി തരും കേട്ടോ, ഓട്ടോമാറ്റിക്കലി ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കപ്പ് ഹോൾഡേഴ്സ് ഒന്നും എർട്ടിഗയൊക്കെ പോലെ കൂളിലൊന്നുമല്ല, അതാക്കായിരുന്നു. പിന്നെ ഇതുണ്ട് സൺഗ്ലാസ് ഹോൾഡേഴ്സ് ഒന്നുമില്ല. ഞാനിപ്പോൾ സൺഗ്ലാസ് അതിൻ്റെ കേസിലാണ് വെച്ചിരിക്കുന്നത്, അതില്ല, അതിവിടെ കൊടുക്കായിരുന്നു. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയി പോയി. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഫോട്ടോ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊരു USB ഒരു ചാർജിങ് ആയിട്ട് നമ്മൾ USB ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഇത് ഒറ്റ ടൈപ്പ് C മാത്രമേ ഉള്ളൂ. ഒരു ടൈപ്പ് USB മറ്റേ 2.0 മാത്രമേ ഉള്ളൂ. സിയും കൂടെ കൊടുക്കായിരുന്നു, അതൊരു വലിയ പോരായ്മയായിട്ട് തോന്നി. അടുത്ത അപ്ഡേഷനിൽ മാരുതി അത് ക്ലിയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് ബോർഡൊന്നും കൊടുത്തിട്ടില്ല, അതൊന്നും ഇല്ല, കുഴപ്പമില്ല.
ഓക്കെയാണ്. എന്നാലും ഇവിടുത്തെ കൊടുക്കായിരുന്നു ഫുൾ ഓപ്ഷനൊക്കെ ആകുമ്പോഴത്തേനും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ മറ്റേ ചാർജിങ്ങിൻ്റെ പോർട്ടൊക്കെ ഉണ്ട്, ഗിയർ നോബൊക്കെ ലെതർ റാപ്ഡൊക്കെയാണ്. പിന്നെ ആംറസ്റ്റ് അതിനകത്ത് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിക്കകത്ത് ഞാൻ ഫോൺ ചാർജ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയറിലെ സി ടൈപ്പ് കുത്തിയിട്ട് ഇങ്ങനെ ഇട്ടേക്കാം ഫ്രണ്ടിലേക്ക്, കോട്ടയറോട്ടേക്ക് നടക്കത്തില്ല. അതെന്നായാലും മാരുതി ഈ എൻ്റെ കൺസേൺ കണ്ടേ പറ്റുള്ളൂ. അടുത്തൊരു അപ്ഡേഷനിൽ ഒരു ആക്സിലേറ്റർ തന്നാൽ ഞാൻ വാങ്ങിച്ചു വെച്ചോളാം. ഇവിടെ ഒരു സീ പോർട്ട് കൂടെ കിട്ടി, എനിക്ക് വലിയ ഉപകാരമായി ആസ് എ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഗ്ലോ ബോക്സ് ഒക്കെ ചിൽഡൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് വണ്ടി നേരെ ഇടാം. കുറച്ച് അമ്പലത്തിനടുത്താണ്. ഇതിൻ്റെ വേറൊരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു മ്യൂസിക് സിസ്റ്റമാണ് കേട്ടോ. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നേരത്തെ എൻ്റെ റിറ്റ്സിനകത്ത് ഞാൻ JBL വെച്ചിട്ട് ഇടിയിട്ട് നടന്നുകൊണ്ടിരുന്ന ഞാനാണ്. കലിപ്പ് ബാസ് മെഷീൻ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ മാറ്റി ക്ലാരിറ്റി കൊണ്ടും മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി കൊണ്ടും എന്നെ ഇമ്പ്രസ് ചെയ്തു കേട്ടോ ഈ ഒരു മ്യൂസിക് സിസ്റ്റം. അതിന് ആർക്കമീസിന് ഒരു കുതിരപ്പവും കൊടുത്തേ പറ്റുള്ളൂ. കാര്യം എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ കുഞ്ഞുമാലഹ ട്യൂട്ടറുണ്ട്, അതുപോലെ ഡോർപാട് എഴുതുന്നുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു സ്വിച്ച് കൺസോളൊക്കെ. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേനും ചുമ്മാ ഒരു കൈയുടെ പാടൊക്കെ വന്ന് വൃത്തികേടാകത്തുണ്ട്. അതൊന്ന് മാറ്റി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു നല്ല മെറ്റീരിയൽ കൊടുക്കായിരുന്നു. പിന്നെ വണ്ടിയുടെ ഈ ഒരു ബ്ലൂയിഷ് കളർ അടിപൊളിയാണ്. ഇതിപ്പം എനിക്കിപ്പോൾ സോഫാർ മടുപ്പൊന്നുമില്ല. മടുപ്പൊക്കെ ഞാനിത് മാറ്റും. മടുക്കാൻ ചാൻസ് ഇല്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ ആവറേജ് എന്ന് തോന്നുന്നു. കുറച്ച് ഒരു 5000 യൂസർക്ക് റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടുവച്ചാൽ മതി, ഞാൻ കൃത്യമായിട്ടെല്ലാം പറഞ്ഞുതരാം. പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ട് മാത്രമേ ഉള്ളൂ. അതൊരു കുറവായിട്ട് തോന്നി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ഒരു വെള്ള ലൈറ്റ്സ് കൊടുക്കായിരുന്നു ഇതിൻ്റെ റീഡിങ് ലൈറ്റ്സ് ആയിട്ട്. ഇവിടെയും കൊടുത്തേക്കുന്നതെല്ലാം ഈ ഒരു ഹാലജൻ ബൾബാണ്. അത് മാറ്റി LED വൈറ്റ് ആക്കിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ എന്തായാലും ആ ബൾബൊക്കെ മാറ്റും. പിന്നെ ഇവിടെ 2 മിററിലും 2 എന്തെങ്കിലും വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതിൻ്റെ അതും വൈറ്റ് ആയിരുന്നു, പൊളിയായിരുന്നു. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അതും വൈറ്റ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇതൊക്കെ നൈസാണ്. പിന്നെ ഈ വണ്ടിക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് ഫീൽ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോഴത്തേനും ബ്രേക്കിംഗ് ഫീല് കുറച്ച് കുറവെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഞാൻ ഡീലർഷിപ്പ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് ഈ ESP ഉള്ളത് കൊണ്ട് വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെ അല്ലെങ്കിലോ തിരിയുമ്പോഴോ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനൊക്കെ അനുസരിച്ചിട്ട് 4 ബ്രേക്കും പിടിക്കുന്നതിനകത്ത് വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഓടിക്കുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ടെസ്റ്റ് ചെയ്യുക, സഡൻ ബ്രേക്കൊക്കെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അത് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പിടിച്ചാൽ അവിടെ നിൽക്കും. പക്ഷേ അത് ഓഫാക്കുന്നത് റിസ്ക് ആണ്. അത് ഓഫാക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റിയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് മാക്സിമം ഓണാക്കി തന്നെ ഈ ഒരു ബ്രേക്കിങ്ങിൻ്റെ സംഭവം മനസ്സിലാക്കി നിങ്ങൾ വണ്ടി ഓടിക്കുക. ബൂട്ടിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് അതൊക്കെ കുറച്ചും കൂടി യൂസ്ഫുള്ളായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഈ ഫ്ലോറിലേക്ക് നമ്മൾ കുനിയേണ്ട ആവശ്യമില്ല. നമുക്ക് വിരലുകൊണ്ടാണ് ഓപ്പറേറ്റ് ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്നാന്ന് എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. അത്രയാണ് ഇതിൻ്റെ ഒരു കോക്പിറ്റ് എന്ന് പറയാനുള്ള കാര്യങ്ങൾ. നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്യാം. പിന്നെ യാത്രാസുഖം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതിൽ കുതിരപ്പവും കൊടുത്തേ പറ്റുള്ളൂ മാരുതിക്ക്. ഇനിയിപ്പം റിയർ സീറ്റിലാണെങ്കിലും അൺലോക്ക് ചെയ്യണം. റിയർ സീറ്റിലാണെങ്കിലും ഇത്ര സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നുള്ള ആക്സറീസൊക്കെ എൻ്റെ ഫോണിൻ്റെ ചാർജറും ഇതൊക്കെയാണ്. പിന്നെ ഈ ഒരു സാധനം ഞാൻ ആക്സറായിട്ട് വാങ്ങിച്ചാണ്. അതായത് ഇതിനകത്ത് മറ്റേ എയർ ഇൻഫ്ലേറ്ററുമാണ്, അതുപോലെ വാക്യൂം ക്ലീനറുമാണ്. രാവിലെ എടുത്ത പൊടിയൊക്കെ ഒന്ന് കിടപ്പുണ്ട് കേട്ടോ. പക്ക യൂസ്ഫുള്ളാണ്. നിങ്ങൾ മാരുതിയുടെ ഏത് വണ്ടി വാങ്ങിച്ചാലും ഈ സാധനം ചോദിച്ച് വാങ്ങുക, ഫ്രീ ആയിട്ടോ പൈസ കൊടുക്കുക. കാര്യം അത്ര യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ പ്രഷറൊക്കെ അങ്ങോട്ടും കൂടെ മാറിക്കൊണ്ടൊക്കെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു സാധനം വെച്ചിട്ട് എല്ലാ ഈസിയായിട്ട് വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഞാൻ ബാക്ക് സീറ്റിലിരുന്ന് ഒരു പ്രാവശ്യം നോക്കിയായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ ലെവലിൽ കിട്ടും എനിക്ക് ഇത്രയും സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുള്ളൂ. ഡോറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വിൻഡോ ലൈനൊക്കെ ഇവിടെയാണ് വരുന്നത്. നല്ല പ്ലസൻ്റാണ്. സൺഷൈഡ് കുറവണം, ചെറിയൊരു പ്രീമിയം ഫീലും പ്രൈവസിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെഡ്രസ്റ്റ് ഉണ്ട്. പിന്നെ ഹെഡ് റൂം എനിക്ക് ഇത്രയും കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവരും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴത്തേനും നല്ല പ്രീമിയം ഫീല് റിയർ സീറ്റിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു കേട്ടോ. എന്നാ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവെന്നൊക്കെ പറഞ്ഞാലും
പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോയിലറൊക്കെ ആഡ് ചെയ്ത് ഇതേ കണ്ടില്ലേ എങ്ങനെയുണ്ട് സാധനം. കോട്ടയത്തെ ആദ്യത്തെ എംടെക്കിൻ്റെ സോയിലറായിരുന്നു കേട്ടോ. വേറെ ആരും വണ്ടി ഞാൻ കണ്ടില്ല, പുള്ളി അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ആൻറ്റിനെയൊക്കെ ഷാർക്ക് ഫിന്നല്ല, ഇതൊക്കെ നമുക്ക് മാറ്റണമെന്നുണ്ട്. നോക്കാം, മാറ്റി നോക്കാം. വേറെ ഇനിയിപ്പം ഒന്നും പറയാനില്ല, ഇത്രയൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഗൈസ്, അപ്പോൾ അത്രയാണ് 6 ദിവസവും 600 കിലോമീറ്ററും ഈ ബലേനോ ആൽഫ കൊണ്ടുവന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്കും പണികളും ഒക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് സർവീസ് ഉണ്ട് 1000 കിലോമീറ്ററിൽ, 5000 സർവീസ് ഉണ്ട്, 10000 ഓയിൽ ചേഞ്ച് സർവീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കോസ്റ്റുകളും സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫുൾ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ ചാനലിൽ, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കി എല്ലാം ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം SB സൈനിങ് ഓഫ്.